തനിസന്നിധാനത്തിലാണ് ഇരിക്കുന്നത്. ദിവ്യകുർബാനയുടെ തിരുസന്നിധിയിലെന്നല്ല പറയേണ്ടത്, ദിവ്യീശോയുടെ തനിസന്നിധാനത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. അഥവാ നിൻ്റെ ക്ലേശത്തിൻ്റെ ഒരു കാലം, നിൻ്റെ ക്ലേശത്തിൻ്റെ കാലം കർത്താവ് നിന്നെ ഈ തനിസന്നിധാനത്തിലിരിക്കാൻ വിളിച്ചിരിക്കുന്നതാണ്. അത് നീ സ്വയമേധ എടുത്ത തീരുമാനമല്ല. ബൈബിൾ പറയുന്നുണ്ട്, കർത്താവിൻ്റെ അടുത്ത് വരാൻ കഴിയണതെല്ലാം ആകർഷണമാണ്, വരമാണ്, വിളിയാണ്. ഇതെല്ലാം പറയുന്ന യോഹന്നാൻ്റെ സുവിശേഷമാണ്. 6-ാം അധ്യായത്തിൽ 37, 54, 67 തിരുവചനങ്ങളിലെ എല്ലാം ഇത് കർത്താവിൻ്റെ അടുത്ത് വരാൻ ലഭിക്കുന്ന അവസരം നമ്മുടെ സ്വന്തം തീരുമാനമല്ല, അത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദവുമല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം നിന്നെ സ്നേഹിക്കുന്നു, വിളിക്കുന്നു. ഇതൊരു വരമാണെന്ന് പറയും. വരമാണെന്ന് പറയാൻ കാര്യം, എനിക്കിവിടെ ഈ വരം ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ദാവീദിനാണ്. മനുഷ്യന്മാരിലെ അതൊരു വരമാണ്, അഭിഷേകമാണത്. അതായത് അന്ധഛിദ്രമുള്ള കാലത്ത്, അട്ടിപ്പതറുന്ന കാലത്ത്, ആത്മനാശത്തിൻ്റെ കാലത്ത്, അപകടത്തിൻ്റെ കാലത്ത് കർത്താവിൻ്റെ അടുത്തിരിക്കാൻ ആത്മാവിൻ്റെ ഒരു അഭിവാഞ്ചയുണ്ട്. അത് ഒരു അഭിഷേകമാണ്. ഈ അഭിഷേകം ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ദാവീദിനാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. എന്താ കാരണം വെച്ചാൽ, ഞാൻ ഈ ദിവസങ്ങളിൽ ചില ബൈബിൾ ഭാഗങ്ങൾ അതിൻ്റെ ആമുഖങ്ങൾ വായിക്കാനിടയായി, പ്രത്യേകിച്ച് ദാവീദിൻ്റെ. അപ്പോൾ ഈ ആമുഖങ്ങൾ, പ്രത്യേകിച്ച് 34-ാം സങ്കീർത്തനം തുടങ്ങുന്നത്, അതിൽ ദാവീദ് കുറേ കാര്യങ്ങൾ സങ്കടത്തോടെ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. എന്താ പറയണത്? കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അച്ഛനോട് ചേർന്ന് ഈ വചനം പറഞ്ഞേ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കാലം ഉണ്ട് അവിടെ, സ്തുതികളുടെ കാലം. എന്താണ് ദാവീദ് പറയണത്? അവിടുത്തെ സ്തുതികൾ സന്തോഷം വരുമ്പോൾ മാത്രം എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും എന്നല്ല, അവിടുത്തെ നമുക്ക് വിജയം കിട്ടുമ്പോൾ മാത്രം അവിടുത്തെ സ്തുതികൾ എൻ്റെ അധരങ്ങൾ ഉണ്ടായിരിക്കും എന്നല്ല. പിന്നെന്താണ്? സങ്കീർത്തനം 34:1 എന്താണ്? അവിടുത്തെ സ്തുതികൾ പറഞ്ഞ് അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്തുതികൾ ദാവീദിൻ്റെ അധരത്തിൽ ഉണ്ടായത് എപ്പോഴാണെന്ന് നോക്കിയാൽ, ഈ സങ്കീർത്തനത്തിൻ്റെ സിറ്റുവേഷൻസ് എന്താണ്? 34-ാം സങ്കീർത്തനത്തിൻ്റെ സിറ്റുവേഷൻസ് ബൈബിൾ പറയുന്നുണ്ട്. ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. അബിമലേക്കിൻ്റെ മുമ്പിൽ ബുദ്ധിഭ്രമം നടിക്കുകയും ആട്ടി ഓടിക്കപ്പെടുകയും ചെയ്തപ്പോൾ പാടിയത്. അബിമലേക്ക് ദാവീദ് കൊന്ന ഗോലിയാത്തിൻ്റെ വാൾ സൂക്ഷിക്കുന്ന ഒരു പുരോഹിതനാണ്. നിരായുധനായിട്ട് സാവൂളിനാൽ വേട്ടയാടപ്പെട്ട് നിരായുധനായിട്ട് ആണ് ഈ ജീവിതത്തിൻ്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അബിമലേക്കിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. പക്ഷെ അവിടെ വന്നപ്പോൾ ദാവീദ് ഭ്രാന്തായിട്ട് അഭിനയിച്ചു. എന്താ കാര്യം എന്നറിയാവൂ? ഇത് രഹസ്യമായിട്ടുള്ള ഒരു അഭയമായിരുന്നു. രഹസ്യമായിട്ട് അബിമലേക്കിൻ്റെ അടുത്ത് തനിക്കൊരു സങ്കേതം കിട്ടും എന്ന് വിചാരിച്ച് അഭയത്തിന് വേണ്ടി വന്നതാണ്. പക്ഷെ അവിടെ ഒരു അബദ്ധം പറ്റി. അങ്ങേര് വിചാരിക്കാത്ത, ഇപ്പം നമ്മളുടെ ജീവിതത്തിലുണ്ടാവും, അഭയത്തിന് വേണ്ടി ചെല്ലണത് അബദ്ധമായി മാറും. ചിലപ്പോൾ അഭയത്തിന് വേണ്ടി ചെന്നതേ ചിലപ്പോൾ അബദ്ധമായി മാറും. എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാനൊരു ഷാപ്പിൻ്റെ വാതിക്കൽ നിരാഹാര സത്യാഗ്രഹം കിടക്കിയിരുന്നു. അത് കിടന്നത് എൻ്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറിയാണ്. ഞാനന്ന് ജില്ലാ പ്രസിഡൻ്റാണ് മധ്യതിരുവനത്തിൻ്റെ. ഞാൻ ഈ വിഷയം പത്രക്കാരോട് പറഞ്ഞു. ഇവർ
ഒരു കാരണവശാലും നിരാഹാരം കിടന്നതിന് ശേഷം ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ വന്നു. പോലീസ് പോലും അറസ്റ്റ് ചെയ്യണില്ല. കാര്യം ആത്മഹത്യ കുറ്റകരമല്ല എന്നും പറഞ്ഞൊരു വിധിയുണ്ടായി സുപ്രീം കോടതിയുടെ ആ ഇടയ്ക്ക്. പക്ഷേ അത് പദ്ധതി വന്നത് സുപ്രീം കോടതിയുടെ വിധി സത്യാഗ്രഹിക്ക് പുലിവാലായെന്നും പറഞ്ഞ് ആക്ഷേപിച്ചുണ്ടാവുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മളതൊരു ജനശ്രദ്ധയെപ്പെടുത്തിയിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടി, സാമൂഹ്യമായ വിപത്തിനെതിരെ ഒരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടിയുള്ളൊരു ഷാപ്പ് സമരമാണ്. പക്ഷേ അഭയം പറഞ്ഞപ്പോൾ അബദ്ധമായിപ്പോയി. ഇങ്ങനെ ജീവിതത്തിൽ ചില സമയത്ത് അബദ്ധങ്ങൾ വരും. നമ്മൾ അഭയം പ്രാപിക്കുന്ന വ്യക്തി നമ്മൾ പറയുന്ന കാര്യം ചിലപ്പോൾ പോലീസിന് ചോർത്തി കൊടുക്കും, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ചോർത്തി കൊടുക്കും. സംഗതി ആകപ്പാടെ കുഴപ്പമാകും. ജീവിതത്തിൻ്റെ പ്രത്യേകമായൊരു സാഹചര്യമാണത്. ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടാകും. ജീവിതത്തിന് നമ്മളൊരു കാര്യം ഒരാളോട് പറഞ്ഞു, പരമരഹസ്യമായിരിക്കും. ഇപ്പോൾ ഈ വെളിപ്പെടുത്തലിൻ്റെ കാലമല്ലേ, ഓരോരുത്തരും ഓരോ രാഷ്ട്രീയ പാർട്ടി വിട്ടിട്ട് പിന്നെ ഭീഷണിയാണ്. വെളിപ്പെടുത്തും. എത്രയോ കാലമായി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. ആരെങ്കിലും ആരെങ്കിലും അനിഷ്ടമായിട്ട് സംഭവിച്ചിട്ട് പിന്നെ ഭീഷണിപ്പെടുത്തുന്നത്, ചിലർ ആയുധം കൊണ്ട് ഭീഷണിപ്പെടുത്തും, ചില ആൾക്കാർ ഏഷണി കൊണ്ട് ഭീഷണിപ്പെടുത്തും. അപ്പോൾ എന്നൊരു വെളിപ്പെടുത്തുമെന്നൊക്കെ പറയും. എത്രയോ വെളിപ്പെടുത്തൽ ഒരു കാലത്ത് നമ്മൾ കേട്ടാണ് ഒരു സ്ത്രീ പറഞ്ഞുകൊണ്ട് നടന്നത്. അപ്പോൾ ഈ കാലങ്ങൾ, ഇങ്ങനെയുള്ള കാലങ്ങളിലൂടെയെല്ലാം മനുഷ്യൻ കടന്നു പോകും. നമ്മുടെ ജീവിതത്തിൽ വരും ഇതുപോലെ ഒരു സംഭവമാണ്. സാവൂള് ദാവീദിനെ കൊല്ലാൻ വേണ്ടി ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓടിച്ചിട്ട് ഈ മനുഷ്യന് അഭയത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉറ്റ ഒരു മിത്രമായിരുന്നു ഈ അബീമേലെക്ക് പുരോഹിതൻ. അദ്ദേഹം ഗാത്തിലോ എവിടെയാണ് താമസിക്കുന്നത്, ഒത്തിരി വടക്കാണ് ഇസ്രായേലിന്. ഈ മനുഷ്യൻ ഓടിക്കിതച്ച് അബീമേലെക്കിൻ്റെ അടുത്ത് അഭയത്തിന് വരുമ്പോഴുണ്ട് അവിടെ നിൽക്കുന്നൊരു മനുഷ്യൻ. ആരാണ്? താൻ ആരെയാണ് ഓടിച്ചിട്ടത്, ആരെ പേടിച്ചാണോ താൻ ഓടിയത്, ആ സാവൂളിൻ്റെ ഒരു ഒറ്റുകാരൻ അബീമേലെക്കിൻ്റെ കൂടെ നിൽക്കുന്നത്. അത് കണ്ട് ദാവീദ് വിയർത്തുപോയി. കാര്യം തൻ്റെ ഒളിസങ്കേതം ഉടനെ ചാരൻ അവിടെ എത്തിക്കും. ഇങ്ങനെ ഒരു വലിയ സംഭ്രമജനകമായ ഈ ഹൃദയം വിറക്കണ ഒരു സമയത്താണ് ദാവീദ് പാടുന്നത്. എന്താ പാടുന്നത്? അതാണ് 34-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. എന്താ പറയണത്? എന്ത് ഒറ്റുകാരനുണ്ടായാലും ശരി, ആരെൻ്റെ തലക്ക് വില പറഞ്ഞാലും ഞാൻ പ്രഖ്യാപിച്ചാലും ശരി, എന്താണ്? അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് സങ്കീർത്തനം 34:1 എന്ന് പറയണത്. ഇത് ഒരു വരമാണ്. അതാണ് അച്ഛൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് കടമയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗമാണ്, അല്ലെങ്കിൽ അച്ഛൻ ഇടയ്ക്ക് പറയാറുള്ള ക്യാൻസർ 4-ാം സ്റ്റേജിലാണെന്ന് വിചാരിച്ചോ. എത്രയോ മനുഷ്യരാണ് ഇവിടെ സാക്ഷ്യം പറയണത് ഇപ്പം, അന്തർദേശീയമായിട്ടും ദേശീയമായിട്ടും. പക്ഷേ ഈ സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ ഉണ്ടാകുമ്പോഴേ ഒരു ദൈവ പൈതലിനുണ്ടാവേണ്ട മൗലികമായ വികാരം എന്താണ്? അവിടുത്തെ സ്തുതികൾ. 34:1 ഇത് പറഞ്ഞ അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരത്തിൽ ഉണ്ടായിരിക്കും. അപ്പം നിൻ്റെ മോശമായ നെഗറ്റീവായിട്ടൊരു കാലഘട്ടമാണെങ്കിലും കർത്താവിനെ നിനക്ക് സ്തുതിക്കാൻ കഴിഞ്ഞാൽ നിൻ്റെ ഈ കാലഘട്ടം ടക്കെന്ന് ചേഞ്ച് ചെയ്യണ കാണാം. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയും. അപ്പം നിൻ്റെ കാലം വളരെ മോശമാണെന്ന് വിചാരിച്ചോ. മനുഷ്യന്മാരല്ലേ, കാലങ്ങളിങ്ങനെ മോശമാകും. വിഭിന്ന കാലമെന്ന് പറയുന്നുണ്ട്. വിഭിന്ന കാലം, മനുഷ്യന് ദൈവം വിഭിന്ന കാലങ്ങൾ. അതെനിക്ക് തോന്നുന്നത് ഈ നടപടി പുസ്തകത്തിൻ്റെ 17:26 26-27 നടപടി പുസ്തകത്തിൻ്റെ 17:27 ദൈവം മനുഷ്യന് വിഭിന്ന കാലങ്ങൾ, അതാണ് ഈ 17:27 ദൈവം മനുഷ്യന് വിഭിന്ന കാലങ്ങൾ. ഇപ്പം നിങ്ങളുടെ കാലം ഇപ്പം മോശമാണെന്ന് വിചാരിച്ചോ, അതല്ല നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വന്നത്. വിഭിന്ന കാലമാണ്, ഇതൊരു മോശം കാലമാണ്. ചില സമയത്ത് ആൾക്കാരെ സന്തോഷത്തിൻ്റെ കാലം ഉണ്ടാവും, സാക്ഷ്യം പറയാൻ വരുന്ന കാലം.
അട്ടിച്ച് പൊളിച്ച് അതിസന്തോഷത്തോടെയാണ് ആൾക്കാർ സാക്ഷ്യം പറയുന്നത്. അപ്പോൾ അത് സന്തോഷത്തിൻ്റെ കാലമാണ്. പക്ഷേ വിഭിന്ന കാലത്തിൽ മനുഷ്യന് എന്നും കൊന്നും ഇതുപോലെ സന്തോഷം ഉണ്ടാകത്തില്ല. എന്താ കാര്യം? മനുഷ്യൻ്റെ പരമമായ സന്തോഷം ദൈവമാണ്. അതുകൊണ്ട് സങ്കീർത്തകൻ പറയണമെന്ന് വെച്ചാൽ ഈ വിഭിന്ന കാലം വരാൻ കാരണം അതാണ്. എന്താണ്? സ്വന്തം അനുഭവത്തിലൂടെ പറഞ്ഞേ, സ്വന്തം അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെടുത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടുത്തെ വിഷയം വിഭിന്ന കാലങ്ങൾ മനുഷ്യന് നൽകുന്നത് സ്വന്തം അനുഭവത്തിലൂടെ മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ ഓരോ ഭിന്ന കാലങ്ങളും വിവേകത്തോടെ വിധിച്ചറിഞ്ഞ് ഈശോയെ നിന്നെ കണ്ടെത്താനുള്ള സമയമാണെന്ന് തിരിച്ചറിയാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ജീവിതം മുഴുവൻ ബലിയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. നടപടി പുസ്തകം നടപടി പുസ്തകത്തിന് 17-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ. നടപടി പുസ്തകം 17-ാം അധ്യായം 26-ഉം 27-ഉം വചനങ്ങൾ. എന്താണ്? അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇപ്പം ദാവീദിൻ്റെ കാലം വിഭിന്ന കാലം, മോശം കാലമാണ്. എന്താ കാലം? സാവൂൾ ഓടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ അപകടം പതിയിരിക്കുന്നു. അപ്പം ഈ ദാവീദാണ് ഈ അപകടത്തെ കണ്ടുകൊണ്ട്, ആ വ്യക്തി, ആ ഒറ്റുകാരനെ കണ്ടുകൊണ്ട് അവൻ നിരാശപ്പെടുകയോ സങ്കടപ്പെടുകയോ പേടിക്കുകയോ അല്ല. എന്താണ് ദാവീദ് ചെയ്തത്? ദാവീദിൻ്റെ പാട്ട് നമ്മൾ വായിച്ചാണ്. എന്താണ്? അവിടുത്തെ സ്തുതികൾ. ഏതൊറ്റുകാരനുണ്ടായാലും എൻ്റെ ജീവിതം അപകടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഞാൻ വന്നാലും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. അതാണ് സങ്കീർത്തനം 34. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം മക്കളെ. കാര്യം ആധ്യാത്മിക ജീവിതം നമ്മൾ പറയുന്നതിനേക്കാൾ ആഴമാണ്. അതായത് ഈ ഒരു അവസ്ഥയിൽ ചെന്ന് എത്തണം. ഇതിങ്ങനെ നമ്മൾ ചിന്തിച്ചെത്തണ ഒരവസ്ഥയല്ല ഇത് വരദാനമായിട്ട് എത്തേണ്ട ഒരവസ്ഥയാണ്. വരമാണിത്. കാര്യം ഇങ്ങനെയുള്ള സമയത്ത് പോലും ശ്രുതിക്കട്ടെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ അതരങ്ങളിൽ ഉണ്ടാകുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 65-ാമത്തെ ഒരു വാക്യമുണ്ട്. എന്താണ്? അവൻ പറഞ്ഞു, ഇത് കൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യോഹന്നാൻ 6:65. എന്താണ്? അവൻ പറഞ്ഞു, ഇത് കൊണ്ടാണ്, പറഞ്ഞേ, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പം ഈ കഷ്ടകാലത്ത് കർത്താവിൻ്റെ അടുത്ത് സ്തുതികളോടെ ഇരിക്കുന്നത് ഒരു വരമാണ്. ഈ വരം നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവേ, ഏത് കാലത്തും പ്രതികൂല കാലങ്ങളിലും അങ്ങയുടെ നാമത്തെ സ്തുതിക്കാനുള്ള വരം നൽകി എന്നെ, എൻ്റെ കുടുംബത്തെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ാമത്തെ 56-ാമത്തെ സങ്കീർത്തനമുണ്ട്.
56 സങ്കീർത്തനം 4 വാക്യം 56 സങ്കീർത്തനം 3-4 വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. എൻ്റെ മക്കളെ, ഇതിൻ്റെ രീതി, ഈ വചനം ഞാൻ വളരെ സ്ലോയിലും ശാന്തമായിട്ടാണ് പറയണത്. എന്തിനിങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വചനത്തിൻ്റെ കറസ്പോണ്ടിങ് അനോയിൻറ്റിങ് ഉണ്ട്. ഈ വചനം നിങ്ങൾ ചുണ്ടുകൊണ്ടിനേക്കാൾ ഉപരി ചങ്കിലിക്കൊണ്ടാണ് ഇത് പറയണമെങ്കിൽ തത്സമയം ഇതിൻ്റെ ഈ വചനത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ ആത്മധൈര്യം നിങ്ങൾക്ക് അവകാശമാകും. ഇപ്പോൾ ഉദാഹരണത്തിന് സങ്കീർത്തനം 56:3 ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഇപ്പോൾ രോഗമൊക്കെ ഇല്ലേ, രോഗമോ അല്ലെങ്കിൽ ജപ്തി നടപടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഭയം ഉണ്ടാകത്തില്ലേ? അപ്പോൾ അതിനാ സങ്കീർത്തനം പറയുന്നത് ഭയം ഉണ്ടാകുമ്പോൾ. ഏത് പറഞ്ഞേ? ഭയമുണ്ടാകുമ്പോൾ. സങ്കീർത്തനം 56:3 ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഭയമുണ്ടാകുമ്പോൾ ചില ആൾക്കാരെന്ത് ചെയ്യും? ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? ചിലർ മദ്യം കഴിക്കും അല്ലേ? ചില ആൾക്കാർ ഭയം ഉണ്ടാകുമ്പോൾ ഭയം മറച്ചു വെക്കാൻ വേണ്ടി ബഹളവും അടിയും ബഹളമൊക്കെ ഉണ്ടാക്കി കിടക്കും. എല്ലാം ഭയമാണ്. അത് മറച്ചു വെക്കാൻ വേണ്ടിയുള്ള തരികിട പരിപാടികൾ, കുതന്ത്രങ്ങൾ ഒക്കെ ആലോചിക്കും. ഇപ്പോൾ ലോകമനുഷ്യൻ, ലോകത്താനായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഭയമുണ്ടാകുമ്പോൾ വേറെ ചില അഭ്യാസങ്ങളാണ് കാണിക്കുന്നത്. കസരത്തുകൾ. ഇപ്പോൾ ദൈവഭക്തിയിൽ കസരത്ത് കാണിക്കത്തില്ല. എന്താണ് പറയണത്? ഭയമുണ്ടാകുമ്പോൾ ഏറ്റു പറഞ്ഞേ, ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. എന്താണ് കാരണം? ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തെ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. അപ്പോൾ അങ്ങയിൽ ആശ്രയിക്കുന്നു പറയുമ്പോഴേ കർത്താവിൻ്റെ വാക്കിലാണ് ഞാൻ വിശ്വസിക്കണത്. അതാണ് സംഭവം. കാര്യം ദൈവാനുഗ്രഹം കൊണ്ട് ഒരു മനുഷ്യന് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളെയും, വ്യത്യസ്തമായ കാലാവസ്ഥകളെയെല്ലാം ദൈവം ആ സമയത്ത് നീ എന്താണ് ചെയ്യേണ്ടതെന്ന് വചനം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങയിൽ ഞാൻ ഭയമുണ്ടാകുമ്പോൾ. ആർക്ക് ഭയമുണ്ടാകണം? ആരുടെ കാര്യം പറയണത്? ദാവീദിൻ്റെ കാര്യം തന്നെയാണ്. ദാവീദിൻ്റെ ഇപ്പം 56 സങ്കീർത്തനത്തിൻ്റെ സിറ്റുവേഷൻസ് മുകളിൽ എഴുതിയിട്ടുണ്ട്. ഏത് സമയത്താണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയതെന്ന്. അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനുമൊക്കെ കാന നമസ്കാരമുണ്ട്. കുറച്ച് പാട്ടൊക്കെ പാടിയെന്നല്ലാതെ കഥ അറിയാതെ ആട്ടം കാണുന്നതാണ് ചില കാന നമസ്കാരത്തിൽ സംഭവിക്കുന്നത്. കാര്യം ഞാൻ എപ്പോഴും കാന നമസ്കാരം നടത്തുന്ന ആളാണ്. സെമിനാരി വെച്ച് തന്നെ ഉണ്ട്. പക്ഷേ എന്താ പ്രശ്നം? നമ്മളിതൊക്കെ പാടും. ഈ സങ്കീർത്തനമൊക്കെ നമ്മൾ മരിപ്പിനും വരെ പാടുന്നതാണ്. പക്ഷേ സിറ്റുവേഷൻസ് അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഫീൽ എന്താണെന്ന് അറിയാൻ പറ്റാതെ വരും. ഇപ്പോൾ ഇതിൻ്റെ സംഭവം എന്താ? 56:3 ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഭയം ആർക്കുണ്ടാകുമ്പോൾ? ദാവീദിന് ഭയമുണ്ടായ കാര്യം പറയുകയാണ് അദ്ദേഹം. എങ്ങനെ ഭയം ഉണ്ടാകാൻ കാര്യം? അതിൻ്റെ സാഹചര്യം ഇതാണ്. 56 സങ്കീർത്തനത്തിൻ്റെ സാഹചര്യം ഇതാണ്. ഗായസംഘത്തിൻ്റെ നേതാവിന് വിദൂരത്തിലെ മിണ്ടാപ്രാവ് എന്ന്, അതായത് അന്നത്തെ കാലത്തെ ഇസ്രായേലിലെ ഒരു നാട്ടുപാട്ടാണ് വിദൂരത്തിലെ മിണ്ടാപ്രാവ് എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഗീതം. എപ്പോഴാണ്? ഗത്തിൽ വെച്ച് ഫിലിസ്തീർ പിടികൂടിയപ്പോൾ. അതാണ് സംഭവം. നിസ്സാരമല്ല. അങ്ങർക്ക് ചൊറി വന്നിട്ട, ചിരങ്ങ് വന്നിട്ട ഭയം ഉണ്ടായതല്ല. ഫിലിസ്തീർ പിടികൂടിയിരിക്കുകയാണ്. ആരെ? ദാവീദിനെ. ആരാണ് ഫിലിസ്തീൻ? ഗോലിയാത്തിൻ്റെ ആൾക്കാരാണ്. ഗോലിയാത്തിനെ കൊന്നില്ലേ ഇവൻ? ദാവീദ് ഗോലിയാത്തിനെ കൊന്നില്ലേ? ആ ആൾക്കാർ ഇപ്പം ഇവരെ കൈയോടെ പിടിച്ചിരിക്കുകയാണ്. അപ്പം എന്താ? ഒരു ക്യാപിറ്റൽ പനിഷ്മെൻറ്റാ. ഇപ്പം നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരാളെ കൊന്നെന്ന് വിചാരിച്ചോ, അപ്പോൾ ഒരു കാലത്ത് ആ വീട്ടിലുള്ള ആൾക്കാരെല്ലാം കൂടി നമ്മളെ വളഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മൾ സങ്കീർത്തനം പാടുക. അവിടെയാണ് പ്രശ്നം വരുന്നത്. അതിനാണ് വരവെന്ന് പറയണത്. ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ചെന്ന് ചാടുമ്പോൾ പറയണത് എന്താണ്? ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. പണ്ടും അങ്ങനെ ഇരുന്ന് ഗോലിയാത്തിനെ കണ്ടപ്പോഴും ഗോലിയാത്ത് ചോദിച്ചു, നീ എന്തിനാ വടി ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ദാവീദ് പറഞ്ഞ്,
നീ വാളിലും കുന്തത്തിലും കുതിരയിലും ഒക്കെയാണ് ആശ്രയിക്കുന്നത്, ഞാൻ എൻ്റെ കർത്താവിലാണ് ആശ്രയിക്കണമെന്നാണ്. അപ്പോൾ ഗോലിയാത്തിൻ്റെ മുമ്പിലും ഈ എന്തുകൊണ്ടാണ് ദാവീദിനെ ഈശോയ്ക്ക് പോലും എഴുതി തള്ളാൻ പറ്റാഞ്ഞതെന്ന് നിങ്ങൾ അറിയണം. ഞാൻ എപ്പോഴും ഓർക്കുകയെ, ദാവീദിൻ്റെ കയ്യിൽ നിന്ന് കുറേ തെമ്മാടിത്തരം വന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്നാത്തിന് ആ കർത്താവ് എപ്പോഴും ഇവനെയും ചുവന്നുകൊണ്ട് നടക്കണത്. ദാവീദിനെ പുത്രാന്ന് ഒരു കന്തൻ വിളിച്ചപ്പോൾ തന്നെ കർത്താവ് സ്റ്റക്കായി അവിടെ നിന്നോ. തന്നെയാണ് വിളിച്ചതെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുടനെ. അവൻ്റെ കർത്താവിൻ്റെ പേര് ജീസസ് അവനറിയത്തില്ല, യേശുവാണെന്ന് ഒന്നും അറിയത്തില്ല. ഇനി അറിഞ്ഞാൽ തന്നെ ചിലർ പറഞ്ഞു കൊടുത്തു നസ്രായനെ യേശുവാണെന്ന് ചിലർ പറയുന്നു, അവൻ കേട്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. നസ്രായനെ യേശുവാണ് പോണതെന്ന് ചില ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ അന്ധനോട്, പക്ഷെ അവൻ കേട്ടോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. എന്താ കാര്യം? അങ്ങനെ നസ്രായനെ യേശുവാണെങ്കിൽ അങ്ങനെ വിളിച്ചാൽ പോരെ, നസ്രായനെ യേശുവെന്ന് വിളിച്ചാൽ പോരെ. ദാവീദിൻ്റെ പുത്ര എന്നാണ് വിളിച്ചത്. അത് ഇവൻ സമറിയക്കാരനോ വേറെ എന്തോ ആളാണ്. അതുകൊണ്ട് ഇസ്രായേൽക്കാരെല്ലാം ദാവീദിൻ്റെ പുത്രന്മാരായിരിക്കും എന്നുള്ള ചിന്തയിൽ വിളിച്ചതായിരിക്കാം. അങ്ങനെ പല വിഷയങ്ങൾ അതിൻ്റെ വരണത്. പക്ഷേ ദാവീദിൻ്റെ പേര് കേട്ടപ്പോൾ കർത്താവ് അവിടെ നിന്നു, അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാനും കർത്താവിനോട് എപ്പോഴും ചോദിക്കും, ഇവൻ എന്നാത്തിനാണ് യേശു എപ്പോഴും ചുവന്നുകൊണ്ട് നടക്കുന്നത്? ഇവൻ ഇതെല്ലാം കുഴപ്പം കാണിച്ചെന്നറിയാവോ? അവൻ കാണിച്ച പല കാര്യങ്ങളും നമുക്ക് അനുകരിക്കാനേ പറ്റത്തില്ല. പക്ഷേ എന്നാ പ്രശ്നം? ഇവൻ എന്നാ കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അനുതാപം അത്രക്ക് പാകതയുള്ള അനുതാപമാണ്. പിന്നെ അതല്ല, ഇവൻ ഗോലിയാത്ത് വന്നാലും ഫിലിസ്ത്യന്മാർ മൊത്തം ഇവനെ വളഞ്ഞു പിടിച്ചാലും ഇവൻ പറഞ്ഞത് എന്താണ്? ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തെ നിർഭയനായി ഞാൻ ആശ്രയിക്കും. ഗോലിയാത്ത്, അതായത് ഫിലിസ്ത്യൻസ് മൊത്തം പിടിച്ചിരിക്കുകയാണ് കൊല്ലാൻ വേണ്ടി, അപ്പോഴും കർത്താവിൽ ആശ്രയിക്കുകയാണ്. ഇപ്പം ചിലർ പറയല്ലേ, എൻ്റെ അച്ഛാ എനിക്ക് ചുറ്റും കടവാണെന്ന് പറയും. ചിലർ പറയും, അച്ഛാ എനിക്ക് വിറ്റ് ചുട്ട് എവിടെയെങ്കിലും പോയാൽ മതി, ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും ശത്രുക്കളാണെന്ന് പറയും. അപ്പോഴൊക്കെ അങ്ങനെ പറയുന്ന ആൾക്കാർ ഈ സങ്കീർത്തനം എടുത്ത് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് ചുറ്റും ശത്രുക്കളാണ്, എനിക്ക് ചുറ്റും കടവാണ്, എൻ്റെ തൂക്കത്തിന് തൂക്കം കടവാണെന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, അവർ ഈ 56-ാം സങ്കീർത്തനം തുടരെ വായിക്കണം. ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള സമയത്ത്, അതായത് ഇപ്പോൾ എന്താ, അതായത് ഫിലിസ്ത്യർ പിടികൂടിയപ്പോൾ പാടിയത് ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവേ, ദാവീദിനെ പോലെ വളരെ പ്രതികൂലമായിട്ടുള്ള എന്ത് സാഹചര്യത്തിലും കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ച് കർത്താവിന്റെ നാമത്തിനെ സ്തുതി പാടുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ. ഇതുപോലെ ഏറ്റവും മനോഹരമായ ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 57:1. എന്താണ്? വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നേരത്തെ പറഞ്ഞ വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും ഞാൻ അങ്ങയുടെ ചിറകിന്റെ കീഴിൽ ശരണം പ്രാപിക്കുന്നു. കൊറോണ വന്ന കാലത്ത്, തുടങ്ങിയ കാലത്ത് ഞങ്ങളെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണിത്. ഈ സങ്കീർത്തനം 57:1. എന്താണ്? ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും. ഇപ്പോൾ വചനം എന്താ പറയണത്? ഏത് വിനാശം ഉണ്ടായാലും കടന്നു പോകും, കടന്നു പോകും. അതാണ് വചനം പറയണത്. വചനത്തിൻ്റെ നിലപാടതല്ലേ. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയണത്. എന്താണ്? ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ, സങ്കീർത്തനം 56:4, ആ ദൈവത്തെ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. എന്താ പറയണത്? അതാണ് വിനാശത്തിൻ്റെ വചനം എന്താ പറയണത്?
വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് ഏറ്റു പറഞ്ഞ് വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം അങ്ങയുടെ ചിറകിന്റെ കീഴിൽ അങ്ങയുടെ ചിറകിന്റെ കീഴിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. അപ്പോഴേ ഒരു ഗുഹയാണ് അദ്ദേഹം ഇരിക്കണതേ. അദ്ദേഹം ഈ സമയത്ത് ഇരിക്കണം. ഈ സങ്കീർത്തനം പാടുന്നത് ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ് 57. ഈ സമയത്ത് അദ്ദേഹം ഒരു ഗുഹയിലാണ് ഇരിക്കുന്നത്. മേലോട്ട് നോക്കിയ ഗുഹ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണം കാണും. ഉടനെ ഈ ഗുഹയെ അദ്ദേഹം യഹോവയുടെ ചിറകാക്കി മാറ്റും. വിശ്വാസിക്ക് അങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങളുണ്ട്. ദാവീദ് ഇരിക്കണ എവിടെയാണ്? ഒരു ഗുഹയിലാണ്. എന്താ കാര്യം? അബിമലേക്കിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അബിമലേക്കിൻ്റെ അടുത്ത് ചെന്നല്ല 34 സങ്കീർത്തനത്തിൽ നമ്മൾ അബിമലേക്കിൻ്റെ അടുത്ത് പോലും ചെന്ന് സാവൂൾ കൊല്ലാൻ വേണ്ടി ഓടിച്ചിട്ടപ്പോൾ അബിമലേക്കിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? അബിമലേക്കിനോട് ചോദിച്ച് വല്ലതും ഞാൻ നിരായുധനാണ്, എനിക്ക് വല്ല ആയുധം ഉണ്ടാ തരാനെന്ന് ചോദിച്ചാൽ പറഞ്ഞ് നീ കൊന്ന ഗോലിയാത്തിൻ്റെ ആയുധം ദേവാലയത്തിൻ്റെ പുറകിൽ ഞാൻ ചാരി വെച്ചിട്ടുണ്ട്, അതെടുത്തോളാൻ പറഞ്ഞു. അതെടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് അദ്ദേഹം മറ്റവനെ കണ്ടത്. ആരാണ്? ഒറ്റുകാരനെ കണ്ടത്, സാവൂളിൻ്റെ അനുചരനെ കണ്ടത്. അവിടെ നീ വാളമെടുത്തന്നെ ഓടിപ്പോയൊരു ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പം സാവൂള് തിരിച്ചു വരുന്നുണ്ട്. ഇയാൾ തിരക്ക് കിടക്കുന്ന സാവൂള് രാജാവും പടന്മാരും തിരക്ക് കിടക്കുന്നു. ഈ ഗുഹയുടെ അകത്തിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ മേലോട്ട് നോക്കും. എന്നിട്ട് ഇത് യഹോവയുടെ ചിറകായിട്ട് കാണും. അപ്പോൾ ഈ എന്തൊരു കാഴ്ചയാണ്! കണ്ടത് എന്താണ്ട് ഗുഹയാണ്, അതിൻ്റെ അകത്തിരിക്കുകയാണ്. പക്ഷെ മേലോട്ട് നോക്കുമ്പോൾ കറുത്ത കഴുകൻ ചിറക് വിരിച്ച് ഇവനെ സംരക്ഷിക്കുന്ന പോലെ തോന്നിയിട്ട് പറയും, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളൂ ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കും. ഈ ഗുഹ നിൻ്റെ ചിറകാണ്, ഈ ചിറക് എന്നെ സംരക്ഷിക്കും. എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്! അതായത് അവിടെ മുകളിൽ എഴുതിയിട്ടുണ്ടേ, അതായത് ഗായസംഘത്തിന് നേതാവിനെ നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഗീതം സാവൂളിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ഗുഹയിൽ വെച്ച് പാടിയത്. മരണവേപ്രാളത്തിൽ ഓടുമ്പോഴും അവിടെ വെച്ച് കർത്താവിൻ്റെ ഗീതങ്ങൾ പാടുകയാണ്. 57 സങ്കീർത്തനം. എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പോഴേ കേരള സഭ ഒരു പ്രത്യേക അവസ്ഥയിൽ കടന്നു പോവുകയാണ് അല്ലേ? വരുന്നവനും പോകുന്നവനും ഒക്കെ സഭയെ ആക്ഷേപിക്കുകയും ചെയ്യുന്നു. അപ്പം എനിക്കാണ് ഈ ദിവസങ്ങളിലൊക്കെ KCBC 28-ാം തീയതി ഒരു പ്രാർത്ഥനാ ദിനമായിട്ട് ആചരിക്കുകയാണ്. അതിതിൻ്റെ വെളിച്ചത്തിലാണ്. ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകും, തീർച്ചയായിട്ടും കടന്നു പോകും. പക്ഷേ ഈ പ്രാർത്ഥനാ ദിനത്തിന് പോലും പറ്റുന്നതാണ് ഈ 34-ാം സങ്കീർത്തനവും അതുപോലെ തന്നെ 56-ാം സങ്കീർത്തനവും അതുപോലെ 57-ാം സങ്കീർത്തനവും. എന്താണ്? വിനാശകാലത്ത് വിശ്വാസി പാടി ആർക്കുന്ന സങ്കീർത്തനങ്ങളാണ് ഇതെല്ലാം. കേരളസഭ 28-ാം തീയതി മാത്രമല്ല, കുറച്ച് കാലത്തേക്ക് 90 ദിവസത്തേക്ക് ഈ സങ്കീർത്തനങ്ങൾ എല്ലാ വീടുകളിലും പാടിയാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ചിറകിൻ്റെ സംരക്ഷണം സഭയ്ക്ക് ലഭിക്കും. കാര്യം സഭ ഒന്നിലും പേടിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? സഭയെ സൃഷ്ടിച്ചതും സഭയ്ക്ക് വേണ്ടി മരിച്ചതും ഉയർത്തെഴുന്നേറ്റവനും അവൻ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടാവും പോയിരിക്കുന്നത്. അപ്പം വിശ്വാസി എപ്പോഴും ഒരു പോരാട്ടത്തിലായിരിക്കും. അപ്പം ആടിൻ്റെ മണമുള്ള ഇടയന്മാരാകണമെന്ന് അങ്ങനെ പരിശുദ്ധ പിതാവ് പറഞ്ഞിട്ടുണ്ട്. ഇടയന്മാരൊക്കെ ആടിൻ്റെ മണമുള്ളവരായിരിക്കുന്നതെന്ന്. പക്ഷേ ഇടയന്മാർക്ക് ആടിൻ്റെ മണം മാത്രം പോരാ ജീവിക്കാൻ, ചെന്നായ്ക്കുള്ള മണവും പിടിക്കണം, അല്ലെങ്കിൽ ആടിനെയും കൊണ്ട് അവരടിച്ചു പോകും. അതൊരു ആടിൻ്റെ മണം എന്നൊക്കെ പറഞ്ഞൊരു വശമാണ്. ആടിൻ്റെ മണവും മണത്വം മാത്രം ജീവിച്ചാൽ ആടുകൾ ജീവിക്കണമെന്ന് നിർബന്ധമില്ല. കുറുക്കന്മാരുടെ മണം അറിയേണ്ടി വരും, ചെന്നായ്ക്കളുടെ മണം അറിയേണ്ടി വരും. കുറുക്കന്മാരുടെ മണവും ഇടയന്മാരെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആടും ഉണ്ടാകത്തില്ല, ഇടയന്മാരും ഉണ്ടാകത്തില്ല. അപ്പം ഏത് കാലഘട്ടത്തിലും ഇതുപോലെ ഇങ്ങനെയുള്ള വിനാശകാലങ്ങൾ വരുമ്പോഴൊക്കെ സങ്കീർത്തനങ്ങൾ ഇതുപോലെ നമ്മൾക്ക് മുമ്പേ വിശ്വാസം ജീവിച്ചു പോയവരുണ്ട്. നമ്മൾക്ക് മുമ്പേ വിശ്വാസം ജീവിച്ചു പോയവരെല്ലാവരും അതാണ് ദാവീദ് എന്ത് രസമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ
ആ ദൈവത്തെ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഓരോ സമയത്തും ഇങ്ങനെ ലൈവായി നിർത്തുന്നത് ആരാണ്? മാധ്യമങ്ങളാണ്. പ്രശ്നം കെട്ടടങ്ങിയാലും അവർക്ക് റേറ്റിങ്ങിന് വേണ്ടി അവർ ആ വിഷയം പിന്നെയും കുത്തിക്കൊണ്ട് വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആർക്കെല്ലാം നാടനെല്ലാം എന്തെല്ലാം സംഭവിച്ചാലും എപ്പോഴും ഇവിടെ ഇളക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം, വാർത്തയ്ക്കുള്ള വകുപ്പുണ്ടായിക്കൊണ്ടിരിക്കണം എന്നൊക്കെ നമ്മളൊരു പ്രത്യേക അവസ്ഥയിലാണ്. ഒരു കാലത്ത് ഒരു പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇനിയുള്ള കാലങ്ങളിലൊന്നും മാറത്തില്ല. കാര്യം വെറുതെ ഇരുന്നാലും വിവാദം ഉണ്ടാകുന്നൊരു കാലം ഉണ്ടാകും. ഇതുകൊണ്ട് തന്നെയാണ് ദാവീദിൻ്റെ ജീവിതം മുഴുവനും ഇതുപോലെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. പക്ഷേ നിലപാടെന്താ? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ദാവീദ് പറയും, അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കുന്നു. ഇപ്പോൾ സഭയുടെ ശരണം എന്താണ്? ഒരു ഗുഹയാണ് കാണുന്നതെങ്കിലും വിശ്വാസി അതിനെ കർത്താവിൻ്റെ ചിറക് വിരിച്ചിട്ടിരിക്കണ പോലെ അങ്ങ് പ്രഖ്യാപിക്കും. നീ എന്ത് പ്രഖ്യാപിക്കുന്നുവോ ദൈവത്തിൻ്റെ നാമത്തിൽ അത് നിനക്കതായി മാറും, നീ ആഗ്രഹിക്കുന്നതായി മാറും. നിൻ്റെ സങ്കടകാലത്ത് നീ എന്ത് പ്രഖ്യാപിക്കുന്നുവോ, ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് നീ എന്ത് കരുതുന്നുവോ അത് ദൈവത്തിൻ്റെ സംരക്ഷണമായി നിനക്ക് അനുഭവപ്പെടും. അത് ദൈവത്തിൻ്റെ പരിപാലനം മാത്രമല്ല, അത് നിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ പരിണത ഫലമാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇപ്പോൾ സഭയിൽ തന്നെ ഈ ഒരു വിനാശകാലത്ത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുന്ന സമയത്ത് സഭയിൽ തന്നെ സഭയ്ക്ക് വെല്ലുവിളികളാണ് വരുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സഭയുടെ അകത്തും പുറത്തും വിനാശത്തിൻ്റെ കൊടുങ്കാറ്റാണ്. ബോധപൂർവ്വം ഉയർത്തി വിടുന്നതാണത്. അതിനെല്ലാം ആശ്രയം കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലാണ്. അഭയം പ്രാപിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളെ, ഈ കാല ദിവസങ്ങളിലെല്ലാം സങ്കീർത്തനം 34, സങ്കീർത്തനം 56, സങ്കീർത്തനം 57 എല്ലാ ദിവസവും എന്നവണ്ണം കേരള സഭ, മലയാള സഭ മുഴുവനും ഈ സങ്കീർത്തനം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ദേശത്തിന്, സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ ദേശത്തിന്, നമ്മുടെ രാഷ്ട്രത്തിനെ ശരിക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു പ്രത്യേക പൊളിറ്റിക്കലായിട്ടുള്ള നിലനിൽപ്പ്, അതിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള സർവൈവൽ, അതിൻ്റെ ഫലമായി വന്നിട്ടുള്ള മനുഷ്യൻ്റെ സ്വസ്ഥതയും സുരക്ഷിതത്വവും സമാധാനവും അത് സംരക്ഷിക്കുന്ന സർക്കാരുകൾ അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഉടമ്പടിയിലേക്ക് വരാം. ഈ ദിവസങ്ങളിലൊരു നല്ലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ ഇപ്പോഴത്തെ രീതി അറിയാമല്ലോ. ഇപ്പോഴത്തെ രീതി വെച്ചാൽ 9 മണിക്ക് ഉടമ്പടി ആരംഭിക്കും. 32,000 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെ നമ്മൾ 40 പേരെ ഒരു ഘട്ടത്തിൽ 40 പേരല്ലേ ഗവൺമെൻറ് നിയമം അനുസരിച്ച് 40 പേരെ അകത്ത് കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 40 പേര് അല്ലെങ്കിൽ 20 പേരെ ഒരു ഘട്ടത്തിൽ ഉടമ്പടി ചെയ്യാനും 20 പേർക്ക് ഉടമ്പടി പുതുക്കാനും പറ്റും. അവർക്ക് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അടുത്ത 40 പേര് ലൈനിലുണ്ടാവും. കാര്യം 2000 പുതിയ ഉടമ്പടിക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ 40 വെച്ച് അങ്ങനെ 80 എടുക്കും. 3 ഘട്ടമുള്ള കാരണം ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരവസരം കിട്ടാൻ വേണ്ടി കുറച്ച് സീറ്റുകളിടും. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
ഇഞ്ചക്ഷൻ വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞ് RT-PCR അല്ലെങ്കിൽ RT-PCR എടുത്തു കഴിഞ്ഞ് 72 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ രേഖകൾ മൊബൈലിൽ കാണിച്ച് അങ്ങനെയുള്ളവരകത്ത് കയറ്റണത്. ഇഞ്ചക്ഷൻ എടുക്കാത്തവരൊന്നും അകത്ത് കയറ്റത്തില്ല. ബന്ധുക്കളായിട്ട് വന്നവരൊന്നും അകത്ത് കയറ്റത്തില്ല. ബന്ധുക്കളായിട്ട് വന്നവരുടെ അവിടെ രേഖകളുണ്ട്, ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ രേഖകളുണ്ട്, RT-PCR രേഖകളുണ്ടെങ്കിൽ 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ അനുവദിക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ അവരെ പുറത്തേക്ക് വിടും. കാര്യം ജനങ്ങൾ പുറത്ത് നിൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് 5 മിനിറ്റാണ്. ഇപ്പോൾ ഉടമ്പടി എടുക്കാനോ പുതുക്കാനോ ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് ടൈം വരെ ഉണ്ട്. ജസ്റ്റ് വിസിറ്റേഴ്സായിട്ട് വന്നവരുണ്ട്, അത് ഉടമ്പടി എടുക്കുന്നവരുടെ കൂടെ വരുന്നവരുണ്ട്. അവർക്ക് 5 മിനിറ്റ് പ്രെയർ ചെയ്യാൻ അനുവദിക്കും. അതിനുശേഷം അവർ RT-PCR ചെക്ക് ചെയ്തതിന് ശേഷം ഗേറ്റിംഗ് തന്നെ അവർക്ക് ചീട്ട് കൊടുക്കും. 5 മിനിറ്റത്തെ ചീട്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ അവർ ഇറങ്ങിപ്പോണം. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്ക് അവസരം കൊടുക്കാൻ പറ്റാതെ പറ്റും. അപ്പം അതുകൊണ്ട് അത് അതേസമയം തന്നെ ഉടമ്പടി പുതുക്കുന്ന സ്ഥലത്ത് സാക്ഷ്യം എഴുതി കൊടുക്കണം. ആ സാക്ഷ്യം സ്വീകാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും പുതുക്കാൻ വേണ്ടി വരുമ്പോൾ, പുതുക്കി കഴിയുമ്പോൾ സാക്ഷ്യം പറയാനുള്ള അവസരം കൊടുക്കും. എല്ലാം കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് മാത്രം. അപ്പം അതുകൊണ്ട് എപ്പോഴും ഈ ദിവസങ്ങളിൽ അങ്ങനെ വന്നൊരു സാക്ഷ്യം എന്ന് പറയണത് വയനാട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ കാട്ടിലാണ് ഭൂമിയെന്ന് തോന്നണം. പക്ഷേ സർവേ നമ്പറുണ്ട്. പണ്ടത്തെ ഭൂമിയാണ്, പണ്ട് പട്ടയം കിട്ടിയ ഭൂമിയാണ്. പക്ഷേ ഈ ഭൂമിയുടെ പേര് തന്നെ ആനക്കാടെന്നാണ്. കാര്യം ആന ശല്യം ഉണ്ടാക്കുന്ന സ്ഥലം. ഇത് കാരണം ഈ സ്ഥലം ഒരു 100 പേരെങ്കിലും വന്ന് പല കാലങ്ങളായിട്ട് ഈ മനുഷ്യന് കടം വന്ന കാരണം ഈ സ്ഥലം ഇദ്ദേഹം വിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. കാര്യം വിൽക്കാൻ ഇതേ ഉള്ളൂ, പക്ഷേ ഇത് ആരും എടുക്കണില്ല. കാര്യം അങ്ങനെയുള്ള സ്ഥലമാണ്, ഏടാകൂടം പിടിച്ചൊരു സ്ഥലമാണ്. അപ്പോഴാ സ്ഥലം അത്രയ്ക്ക് വിൽക്കാനും പറ്റണില്ല, ആർക്കും വേണ്ടേം താനും. അയാൾ പറഞ്ഞതാണ് 100 പേരെന്നാണ് പറഞ്ഞത്. 100 പേരെങ്കിലും ഞാൻ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ആരുമില്ല. അവസാനം എന്ത് ചെയ്ത് അദ്ദേഹം വന്ന് ഉടമ്പടി എടുക്കാം. ഉടമ്പടി എടുത്തിട്ട് പിന്നെ സംഭവിച്ചത് ജസ്റ്റ് 7 ഡേയ്സ് കൊണ്ട് സാധനം വിറ്റും പോകും. ഒരിക്കലും വിൽക്കത്തില്ലെന്ന് അദ്ദേഹത്തിൻ്റെ ജന്മത്തിൽ അയാൾ മരിച്ചാലും, അയാൾ മനസ്സിൽ ചിന്തിക്കണം, അതായത് അയാൾ മരിച്ചു പോയാലും ഈ സ്ഥലമൊന്നും വിറ്റ് പോകത്തില്ല. അപ്പം നമ്മൾ മരിക്കണ കാലത്താണെങ്കിലും അത് കഴിഞ്ഞാണെങ്കിലും പോലും നടക്കാത്ത കാര്യങ്ങളെ പരിശുദ്ധ അമ്മ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കണ്ണടച്ച് തുറക്കും മുമ്പ് നടത്തും. ഇതിനാണ് ഉടമ്പടി ടൈം എന്ന് പറയണത്. ഉടമ്പടി എടുക്കുന്ന എല്ലാ മക്കളും ശ്രദ്ധിക്കേണ്ട ടൈമാണ്. കാരണം ടൈമിൻ്റെ ഒരു പ്രാർത്ഥനയാണിത്. ഒരു കാലത്തും നടക്കാത്ത ഒരു കാര്യം, നമ്മൾ സമയം എന്താ പറയണത്, ഒരു കാലം എന്നല്ലേ പറയണത്, ഒരു കാലം എന്നുവെച്ചാൽ ഒരിക്കലും നടക്കാത്ത ഒരു സമയം ഈ സാധനത്തിന് കംപ്രൈസ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ വെക്കും. ഇതെന്താ ഇങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ചെടിയുടെ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ വളർച്ചയെന്ന് വിചാരിച്ചോ, മരത്തിന് ലീഫ് ടൈം ഉണ്ട്. ലീഫ് ടൈം എന്ന് വെച്ചാൽ ഇല ഉണ്ടാകുന്ന സമയം. അത് കഴിയുമ്പോൾ പിന്നെ എന്തുണ്ടാകും, അതിൻ്റെ ബ്ലോസം ടൈമുണ്ട്, ഫ്ലവറിങ് ടൈമുണ്ട്, പൂക്കളുണ്ടാകുന്ന സമയം. അടുത്ത സമയം എന്താ, അതിൻ്റെ ഫ്രൂട്ട് ടൈമുണ്ട്, അതിൻ്റെ ഫലമുണ്ടാകുന്ന സമയം. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് നിൽക്കുന്നതാണ്. ഇതാണ് സ്വാഭാവികമായ സമയമെന്ന് പറയണത്. ഓരോ വിഷയത്തിൻ്റെയും ഇലയുടെ കാലം, പൂവിൻ്റെ കാലം, അതുപോലെ തന്നെ ഫലത്തിൻ്റെ കാലം. ഇനി നമ്മളുടെ ആവശ്യമെന്ന് പറയണത്, ഈ കാര്യങ്ങൾ ശരിയാണ്, പക്ഷെ നമ്മളുടെ ആവശ്യമെന്ന് പറയണത് ടൈമാണ്. ഈ ടൈമിൽ തന്നെ നടക്കണം. കാര്യങ്ങൾ നമുക്കും അറിയാം, ഇതൊക്കെ വിറ്റ് മാറ്റാൻ ഇവർ പറയല്ലേ വെച്ചാൽ ഇതിപ്പോൾ സ്ഥലമൊന്നും വിറ്റ് മാറ്റത്തില്ല, റിയൽ എസ്റ്റേറ്റുകാരെല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ്. സ്ഥലത്തിൻ്റെ കാര്യം ആരോടെങ്കിലും പറയുമ്പോൾ ഇപ്പം മടുപ്പാണെന്ന് പറയും. ഇപ്പോൾ ഈ കയറ്റ് ഓഫീസിലൊക്കെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് 10 കയറ്റ് ഞങ്ങൾക്ക് ഒരു ഓർഡർ വേണമെന്ന് പറയണമെങ്കിൽ അവർ ഉടനെ പറയും ഇപ്പം മടുപ്പാണെന്ന് പറയും. എപ്പോഴത് പറയണത്,
അവർ പറയണത് ജനുവരിയിലാണത് പറയണത്. ഡിസംബർ ജനുവരിയിലൊക്കെ ചെന്നിട്ട് കയറ്റാപ്പിച്ച് ചെന്നിട്ട് ഞങ്ങൾക്ക് ചകിരത്തെടുക്ക് പപ്പടത്തെടുക്ക് കയറ്റ് പോയ എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഓർഡർ തരണമെന്ന് ആരെങ്കിലും ഇത് നിർമ്മിക്കുന്ന ആൾക്കാർ പറയുകയാണെങ്കിൽ ഉടനെ ഇതുപോലെയുള്ള വലിയ കയറ്റുമതിക്കാർ പറയും, ഓ ഇപ്പം മടുപ്പാണെന്ന് പറയും. റിയൽ എസ്റ്റേറ്റുകാരും പറയണില്ലേ ഇപ്പം മടുപ്പാണെന്ന് പറയണില്ലേ, അച്ഛാ ഒരു കച്ചവടം നടക്കണില്ല അച്ഛാ ഇപ്പം മടുപ്പാണെന്ന് പറയും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് മടുപ്പായിരിക്കും ജീവിതം ചിലതിൽ. എന്തുകൊണ്ടാണ് കയറ്റാപ്പീസുകാർ അങ്ങനെ പറയണത്? അവർ ഇപ്പോൾ ഈ സമയമില്ലേ, ഈ സമയത്താണ് കയറ്റി പോണത്. സെപ്റ്റംബർ ഒക്ടോബറിൽ കയറ്റിപ്പോയാൽ മാത്രമേ സായിപ്പിൻ്റെ നാട്ടിൽ ജനുവരി 1 പറയുമ്പോൾ ഡിസംബർ 29 പറയുമ്പോൾ അവിടെ പഴയ കയറ്റുപോയ എല്ലാവരും എടുത്ത് കത്തിച്ച് കളയും. അത് ജനുവരി 1 പുതിയ കയറ്റുപോയ ഇടും യൂറോപ്പിലെല്ലായിടത്തും. അതുകൊണ്ടാണ് ഇവർ ജർമ്മനിലൊക്കെ പോയി ഓർഡർ പിടിക്കണത്. ആ സമയത്ത് കയറ്റുവ ഇടണം. ആ കയറ്റുവ കയറിപ്പോണ എപ്പോഴാണ്? കയർ ഉൽപ്പന്നങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കയറിപ്പോവും. പിന്നെ അങ്ങോട്ട് നവംബർ തൊട്ട് മടുപ്പായിരിക്കും. അപ്പോൾ എല്ലാ ബിസിനസ്സിനും അതിൻ്റെ മടുപ്പുണ്ട് ശരിക്കും. ഇപ്പോൾ മത്തിയുടെ സമയമുണ്ട്. സെപ്റ്റംബർ ഇടവ മാസം മത്തിയ സമയം. ഇടവം കഴിഞ്ഞ് പിന്നീട് 2-3 മാസം കഴിയുമ്പോൾ മത്തിയെ കാണത്തില്ല, കടലിൽ കാണത്തില്ല. അതിൻ്റെ ടൈം അതാ. ഇതിപ്പോൾ എന്ത് മാസമാണ്? ഒക്ടോബർ അടുക്കാൻ പോകണം. ഇത് ആഗോലിയുടെ ടൈമാണിത്. കടലിലെ ആഗോലി ടൈമാണ്. ആഗോലി മാറ്റാൻ ഇങ്ങനെ കിളയായി വരുന്ന സമയമാണ്. ഇപ്പോൾ ന്യൂനമർദ്ദമാണ്. ഇത് കഴിയുമ്പോൾ കടലിപ്പണി ഉണ്ടാവും. ഇതാണ് മെയിൻ. ചില സമയത്ത് കറവെള്ളമെന്നും പറഞ്ഞ സാധനം വരും. കറവെള്ളം അത് ഈ ഭൂമിയുടെ അടിയിൽ നിന്നും പലതരത്തിലുള്ള മിശ്രിതങ്ങളെ കൂടിയിട്ട് ഇത് മോശമായിട്ടുള്ള വെള്ളം തന്നെ റിജക്റ്റ് ചെയ്യുന്ന സമയമുണ്ട്. കറവെള്ളത്തിന് ഭയങ്കര മണമായിരിക്കും. കറവെള്ളം വന്നാൽ ചിലപ്പോൾ മീനുകളെല്ലാം ചെവിറ്റി ചത്തുപോയെന്നും വരും. ചിലപ്പോൾ മീനുകൾ അടുത്ത് വരത്തില്ല. സീസണായിട്ട് ആകുലി വരേണ്ട സമയമാണെങ്കിൽ പോലും കറവെള്ളം കിടക്കണ കാരണം തീരത്തേക്ക് സംഭവം വരത്തില്ല. അതാണ് ഓരോ കാര്യങ്ങൾ, മടുപ്പിൻ്റെ കാര്യമാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പറയുമ്പോൾ നമുക്ക് എഴുതി തള്ളാം, അയ്യോ ഇപ്പം മടുപ്പാണ്, ഇപ്പം കൊറോണയാണ്. ഹൈക്കോടതി പോലും കേസുകൾ കേൾക്കണത് വക്കീലും ജഡ്ജിയും കൂടി ഓൺലൈനിലാണ് കേൾക്കണത്. ഇപ്പം ഞാൻ വക്കീലിനോട് കേസിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛാ ഫിസിക്കലായിട്ടല്ല കേൾക്കണത്. ഒരു കോഡ് നമുക്ക് തരും. ആ കോഡിൽ ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ജഡ്ജിയോട് നമ്മൾ സംസാരിച്ച് വേണമെങ്കിൽ ജഡ്ജിക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ അത് മ്യൂട്ട് ചെയ്ത് കളയാൻ പറ്റും. കഴിഞ്ഞു, കേസ് തീർക്കുകയാണ്. കൊറോണ കാലത്ത് കുറേ സംഭവങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെയൊക്കെ നീതി കിട്ടാൻ ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ പറയും. പൊതുവെ ഉള്ള സംസാരമാണ് ഇതൊക്കെ. അപ്പോൾ ഓരോരോ കാലത്തിന് സ്വാഭാവിക ദുരിതങ്ങളുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ ഓരോരോ കാലത്തിന് സ്വാഭാവിക ദുരിതങ്ങൾ. പക്ഷെ ഉടമ്പടി എടുക്കുന്നവർക്ക് ഇതൊന്നും പരിഗണിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? നമ്മുടെ കാലം നമ്മൾ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സിറ്റുവേഷൻ എന്താണെന്നല്ല പ്രശ്നം. പല കാര്യങ്ങളെ കൊണ്ടും പല സിറ്റുവേഷൻസും മോശമാണ്. പക്ഷേ സിറ്റുവേഷൻസ് മോശമാണെങ്കിലും ഇനി സിറ്റുവേഷൻസ് മോശമാണ്, ഇനിയിപ്പോൾ ഇതൊക്കെ ഈ സീസൺ കഴിയണം എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഉടമ്പടിയിലെടുക്കുന്ന മക്കൾ ഈ വിഷയം നമ്മൾ സാഹചര്യത്തിന് സമർപ്പിക്കുകയല്ല, ദൈവത്തിനാണ് സമർപ്പിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളുടെ വിഷയങ്ങളൊന്നും നമ്മൾ സാഹചര്യത്തിനല്ല സമർപ്പിച്ചിരിക്കുന്നത്. ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ദൈവത്തിനാണ്. കാര്യം ചിലപ്പോൾ സാഹചര്യം അതായിരിക്കാം. ഇപ്പോൾ 69-ാമത്തെ സങ്കീർത്തനത്തിൽ സുന്ദരമായൊരു വാക്കുണ്ട്. 69-ാം സങ്കീർത്തനം, അതായത് 69:13 ദൈവമേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഏറ്റുപറഞ്ഞ് ദൈവമേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം വരണമേ. ഈ സാഹചര്യം മാത്രമല്ല, ദൈവത്തിൻ്റെ മനസ്സിനും ഉചിതവും അനുചിതവും ഉണ്ട്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ ഇപ്പം നമ്മളുടെ സ്വാഭാവികമായ ഭൗതിക സാഹചര്യത്തിൻ്റെ പ്രാതികൂല്യം മാത്രമല്ല, ദൈവത്തിൻ്റെ മനസ്സിൽ പോലും ഒരു വിഷയത്തിന് ഉചിതവും അനുചിതവും ഉണ്ട്. അനുചിതമായ സമയത്ത് നമുക്ക് ഉത്തരം കിട്ടത്തില്ല. ദൈവത്തിന് ആ സമയം അനുചിതമാണെന്ന് തോന്നിയാൽ നമുക്ക് ഉത്തരം കിട്ടത്തില്ല. അതുകൊണ്ടാണ്
സങ്കീർത്തനം പറയണത് എന്താ പറയണത്? 69:13 ഏറ്റു പറഞ്ഞ ദൈവമേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. പക്ഷേ പ്രശ്നം എന്താ? ഇപ്പം ചില പേരക്കിടാങ്ങളില്ലേ, 10-20 വയസ്സുള്ള 22 വയസ്സൊക്കെ ഉള്ള പേരക്കിടാങ്ങളെ ചില അപ്പാപ്പന്മാർ എനിക്ക് ഞാൻ കൊടുക്കാൻ പോയിട്ടുണ്ട്. മരിക്കണ കണ്ടീഷൻ ആകുമ്പോൾ പറയും. ഇപ്പം അവർ ചിലർ അല്ലെങ്കിൽ രോഗികൾക്ക് പറയും, രോഗികൾക്ക് നമ്മൾ കുർബാന കൊടുക്കാൻ പറയും, അച്ഛാ എൻ്റെ പേരക്കുട്ടിയുടെ കല്യാണം ഒന്ന് കണ്ടിട്ട് കണ്ണടഞ്ഞാൽ മതി എന്നത്. അത് എന്താ സംഭവം? ആ പേരക്കുട്ടിക്ക് 22 വയസ്സേ ഉള്ളൂ. അപ്പാപ്പൻ എന്താ പറയണത്? അപ്പാപ്പൻ എടുത്ത് വളർത്തുന്ന കുഞ്ഞല്ലേ. അത് കാരണം അവളെ എവിടെയെങ്കിലും ഒന്ന് സുരക്ഷിതമാക്കിയിട്ട് കർത്താവിനെ വിളിക്ക്. അതാണ് നമ്മൾ കുർബാന കൊടുക്കാൻ ചെല്ലുമ്പോൾ അപ്പച്ചൻ പറയണത്, അച്ഛാ എൻ്റെ പേരക്കുഞ്ഞിൻ്റെ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് കണ്ണടഞ്ഞാൽ മതിയെന്ന് കർത്താവിനോട് പറയണമെന്ന്. അത് പക്ഷേ കർത്താവിൻ്റെ സമയം ഏതാണെന്ന് നമുക്കറിയില്ലേ. കർത്താവിൻ്റെ സമയം ചിലപ്പോൾ ഇവളുടെ 27ാമത്തെ വയസ്സായിരിക്കും സമയം. പക്ഷേ അപ്പാപ്പനെന്താ പറയണത്? 27 വയസ്സാകുമ്പോൾ ഞാൻ ഭൂമി ഉണ്ടാകത്തില്ല. അപ്പം നമ്മുടെ സമയവും ദൈവത്തിൻ്റെ സമയവും തമ്മിൽ ചില സമയത്ത് പൊരുത്തപ്പെടാതെ നിൽക്കും. അപ്പോൾ ദൈവം എന്തു ചെയ്യും? ഉചിതമല്ലെങ്കിൽ പോലും ചിലപ്പോൾ നീ ദൈവഭക്തനാണെന്നുണ്ടെങ്കിൽ നിൻ്റെ സമയത്തിലേക്ക് ദൈവം ഇത് ചേഞ്ച് ചെയ്യും. അത് നീ മനസ്സിലാക്കണം. സമയത്തിൻ്റെ ചേഞ്ചിങ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ 17-ാം അത് ആ സാഹചര്യം ഉണ്ട്. കാര്യം ഉചിതമല്ലെങ്കിൽ പോലും ദൈവം അത് ഉചിതമാക്കി നിൻ്റെ കാലത്ത് അത് ചെയ്തു തരും. സമയം പിടിച്ചിറക്കി കൊണ്ടുവരും. അതാണ് ഈ സങ്കീർത്തനം തന്നെ 69:17 എന്താ പറയണത്? 69 സങ്കീർത്തനം 69:17 അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറക്കരുതേ, ഞാൻ കഷ്ടതയിലകപ്പെട്ടു. എന്താ? അങ്ങയ്ക്ക് ഉചിതമെന്ന കാലത്ത് തോന്നുമ്പോൾ എനിക്ക് സഹായം ചെയ്യണതാണ് സ്വാഭാവികമായ സമയം. പക്ഷേ എൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ കഷ്ടതയിലാണ്. നിങ്ങൾ ഈ വചനമൊക്കെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞിട്ട് വേണം ഇത് പഠിക്കുക. അതായത് സങ്കീർത്തനം 69:17 നമ്മൾ ആദ്യം വായിച്ചതാണ്. ഈ സങ്കീർത്തനം തന്നെ 69:13 എന്താ പറയണത്? ദൈവമേ ഏറ്റു പറഞ്ഞേ, ദൈവമേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. പക്ഷെ ദൈവത്തിന് ഉചിതമെന്ന് തോന്നുന്ന സമയത്ത് ഉത്തരമളിയായി അപ്പാപ്പൻ മരിച്ചു. അപ്പം എന്തു പറ്റും? അപ്പാപ്പന് കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, ബന്ധമാണ് മക്കളെ പ്രശ്നം. ഉടമ്പടി നിങ്ങളെ ദൈവവുമായിട്ട് ശക്തമായ ബന്ധത്തിൽ കൊണ്ടുവരും. ഉടമ്പടിയുടെ ഗുണവത ഈ വയനാടുകാരൻ മരിച്ചാലും ആ ആനക്കാട്ടെ പുരയിടം വിറ്റുമാറത്തില്ല. കാട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. ആർക്ക് വേണത്? പട്ടിക്ക് പോലും വേണ്ടാത്ത സ്ഥലമാണ്. പക്ഷേ അദ്ദേഹം ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ 7-ാം ദിവസം അവസാനം വിറ്റുമാറുകയും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള സങ്കീർത്തനമാണ്. എന്താണ്? സങ്കീർത്തനം 69:17 എന്താണ്? അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറക്കരുതേ. പ്രാർത്ഥിച്ചേ, അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറക്കരുതേ, ഞാൻ കഷ്ടതയിലകപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാ പറയണത്? വേഗം എനിക്ക് ഉത്തരമരുളണമേ. അതാണ് വേഗത വരണത് അവിടെ. കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളിയാൽ മതിയെന്നാണ് ഈ മനുഷ്യൻ ആദ്യം 4 വചനങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഉചിതമെന്ന് തോന്നുന്ന കാലം, ദൈവത്തിന് ഉചിതമെന്ന് തോന്നുമ്പോൾ ഉത്തരമരുളിയാൽ വേറെ ചില കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും. അതുകൊണ്ട് സങ്കീർത്തനം ഞാൻ കഷ്ടതയിലകപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഉചിതമെന്ന് തോന്നുന്നതിനേക്കാൾ ഉപരി വേഗത്തിലാണ് സംഭവം നടക്കേണ്ടത്. ഉടമ്പടി വേഗത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഈ ആനക്കാട്ടിലെ പുരയുടെ ഒരു കാലത്തും വിറ്റ് മാറത്തില്ല. അതുകൊണ്ട് പക്ഷേ അവനത് ഉടമ്പടി ചെയ്ത് കർത്താവിൻ്റെ തിരുസന്നെ വൃത്തിയും വേപരിച്ച് കഴിയുമ്പോൾ 80 കൊല്ലം കഴിഞ്ഞാൽ വിൽക്കാത്ത, അല്ലെങ്കിൽ 70 കൊല്ലം കഴിഞ്ഞാലും വിൽക്കാത്ത പുരയിടം 7 ദിവസം കൊണ്ട് അത് വിറ്റുമാറും. ഇത് ഒരു അനുഭവമല്ല, 2000-ഓളം അനുഭവങ്ങൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് കൃപാസനത്തിൻ്റെ. നിങ്ങൾ നോക്കിയാൽ മതി.
നിങ്ങൾ ക്ലേശങ്ങൾ വരുമ്പോഴേ സങ്കീർത്തനം 34, 60, 56, 57 വായിക്കുമ്പോൾ തന്നെ കൃപാസനത്തിന് മുഴുവനും സാക്ഷ്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ പ്രയാസം വരുമ്പോൾ യൂട്യൂബിൽ കയറി സാക്ഷ്യങ്ങളെല്ലാം വായിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ്റെ പ്രശ്നങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കും. എന്ത് പറ്റും? അഭിഷേകം ഉണ്ടാവും, ആന്തരിക അഭിഷേകം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ അല്ലെങ്കിൽ ഉടമ്പടി എടുത്തിരിക്കുന്നവരെ ജീവിത ക്രമീകരണം തന്നെ അങ്ങ് ദാവീദിൻ്റെ ജീവിതവുമായിട്ട് അനപേക്ഷിതമായിട്ട് പൊളിച്ചെഴുതുകയാണ് നമ്മൾ. അങ്ങക്ക് ഉചിതമെന്ന് തോന്നുന്ന കാലത്ത് ഉത്തരം അരുളുന്നതാണ് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം. എങ്കിലും നിനക്ക് ദൈവത്തോട് ശരണമുണ്ടെങ്കിൽ ഏത് കഷ്ടകാലത്തും ക്ലേശകാലത്തും ദൈവത്തോട് ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധി വിട്ടുപോകാൻ തീരുമാനിക്കാതെ ദാവീദിനെപ്പോലെ ഒരു കോട്ട കണ്ടാലും അത് കർത്താവിൻ്റെ ചിറകാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ സംരക്ഷണം കർത്താവിൻ്റെ സംരക്ഷണമാണ്. കോട്ടയല്ല, എന്നെ ഗുഹയല്ല സംരക്ഷിക്കുന്നത്, എൻ്റെ കർത്താവാണെന്ന് പ്രഖ്യാപിച്ച ആളാണ് ദാവീദ്. അപ്പം നിനക്കിങ്ങനെ തോന്നുമായിരിക്കും, എന്നെ പോലീസ് സംരക്ഷിച്ചു, അല്ലെങ്കിൽ എന്നെ വക്കീൽ സംരക്ഷിച്ചു, അല്ലെങ്കിൽ എന്നെ ഡോക്ടർ സംരക്ഷിച്ചു, അല്ലെങ്കിൽ എൻ്റെ ആൻറ്റിമാർ അല്ലെങ്കിൽ അങ്കിൾ എനിക്ക് പൈസ അയച്ചു തന്നു, അങ്കിൾ സംരക്ഷിച്ചു. ഇങ്ങനെ എന്ത് സംരക്ഷണം എവിടുന്ന് വന്നാലും ബേസിക്കായിട്ട് യു ആർ ഗെറ്റിംഗ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി ഗോഡ്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് സംരക്ഷണം അങ്ങനെ തോന്നണം. നിനക്ക് എവിടുന്ന് സംരക്ഷണം കിട്ടിയാലും അത് നിൻ്റെ ദൈവമാണ് നിന്നെ സംരക്ഷിക്കണമെന്ന് ദാവീദിനെ പോലെ നിനക്ക് പ്രഖ്യാപിക്കണം. ദാവീദ് ഒരു ഗുഹയുടെ അടക്കം കടത്തിരിക്കണം. കൊല്ലാൻ ഓടിച്ചിട്ടുണ്ട്, സാവൂള് കൊല്ലാൻ ഓടിച്ചിട്ട് അവന് ഗുഹയ്ക്ക് ഒടിച്ചിരിക്കുമ്പോൾ ഗുഹയുടെ മുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന ആ സംരക്ഷണത്തെ ഗുഹയെ കണ്ടിട്ട് ആ മനുഷ്യൻ പ്രഖ്യാപിക്കണം, ഇതെൻ്റെ കർത്താവിൻ്റെ ചിറകാണെന്ന് പറയും. ആരെന്ത് ഏത് സംരക്ഷണം നിനക്ക് നൽകിയാലും യു മസ്റ്റ് പ്രൊക്ലെയിം ദ providence of God. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ജീവിക്കുക. പ്രിയമുള്ളവരെ, ഉടമ്പടി എടുത്തവരുടെ വിഷയങ്ങളെ ഓർക്കുക. എടുക്കാനിരിക്കുന്നവരും നിങ്ങൾ കർത്താവിനെ തിരുസന്നിധിയിൽ സമർപ്പിക്കാനിരിക്കുന്ന വിഷയങ്ങൾ ഓർക്കുക. ഇപ്പോഴ് കർത്താവ് എനിക്ക് തന്ന പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ നിങ്ങളുടെ ജീവിത ദുരിതങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നവരെല്ലാവരും ഏകാഗ്രതയോടെ എഴുതിയിട്ട് നിൽക്കുക. ഇപ്പോൾ എൻ്റെ കണ്ണുനീര് കർത്താവ് മായ്ച്ച് കളയും. കിടപ്പ് രോഗികളാണിത് കേട്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കിടന്ന് കരയുന്ന ഇടത് കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇറ്റ് കവിളിലേക്ക് വീഴുന്നൊരു വ്യക്തിയെ കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ വ്യക്തിയെ കിടപ്പ് രോഗത്തിൽ നിന്ന് കർത്താവ് ഇപ്പോഴും മോചിപ്പിക്കാം. ഏകാഗ്രതയോടെ കർത്താവാണ് നിൻ്റെ അടുത്തേക്ക് വചനത്തിലൂടെ വരുന്നത് എന്നോർത്ത് കർത്താവിൽ ആശ്വാസം പ്രാപിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഏത് തരത്തിലുള്ള ആശ്വാസവും കർത്താവ് നിനക്ക് തരാൻ കഴിയും. ആശ്വാസങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ തരങ്ങളുണ്ട് കർത്താവിൻ്റെ തിരുസന്നിധി. പ്രത്യാശയ്ക്ക് പോലും തരങ്ങളുണ്ടെന്നാണ് പറയണത്. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ? ആശ്വാസങ്ങൾക്കും പ്രത്യാശകൾക്കെല്ലാം തരങ്ങളുണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹോപ്സ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹീലിംഗ്. കർത്താവിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ആശ്വാസത്തിനും സൗഖ്യത്തിനും എല്ലാം തരാതരങ്ങളുണ്ട്. ഏത് തരത്തിലും കർത്താവിന് നിന്നെ ആശ്വസിപ്പിക്കാം. മേ ബി ഇൻ ഫിസിക്കൽ, മേ ബി ഇൻ മെൻ്റൽ ഓർ സൈക്കിക്, മേ ബി ഇൻ സ്പിരിച്വൽ. ഏത് മേഖലയിലും നീ സൗഖ്യം പ്രാപിക്കാം. മാനസികമാകാം, ശാരീരികമായും ആത്മീകമാകാം. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
കർത്താവേ, ദാവീദിനെ സംരക്ഷിച്ച ഗുഹയുടെ തണൽ പോലെ നിൻ്റെ ചിറകുകൾ കർത്താവേ വിനാശത്തിൻ്റെ കാലത്ത് സങ്കീർത്തനത്തിൻ്റെ 59:1 പ്രാർത്ഥിക്കുന്ന കർത്താവേ, 57:1 പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും തിരുസഭയ്ക്ക് കർത്താവേ നിൻ്റെ ചിറക് നീട്ടി കൊടുക്കണമേ. അതുപോലെ തിരുസഭയിൽ വേദനിക്കുന്ന ഓരോ രോഗികൾക്കും കർത്താവേ ഉടമ്പടി ആശ്രയിച്ച് നാനാജാതി ഭക്തർ കർത്താവേ പ്രാർത്ഥിക്കുന്ന ഉടമ്പടി പ്രാർത്ഥന എടുത്ത മക്കൾ കർത്താവേ, ഈ പ്രാർത്ഥന ഇപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾ കർത്താവേ, അവരാര് തന്നെയായാലും എന്ത് തന്നെ ക്ലേശങ്ങളായാലും കർത്താവേ നിന്റെ ചിറകുകൾ കർത്താവേ ഇപ്പോൾ അങ്ങനെ വിരിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. നിന്റെ ചിറകുകൾ കർത്താവേ ഇപ്പോൾ വിരിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം കർത്താവേ 69 കർത്താവേ 4 പ്രാർത്ഥിക്കുന്നു കർത്താവേ, 69:13 പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ അങ്ങക്ക് ഉചിതമെന്ന് കരുണാസമ്പന്ന അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ ഉത്തരം പറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ പ്രാർത്ഥനയെ കർത്താവേ സങ്കീർത്തനം 69:17 അനുസരിച്ച് കർത്താവേ അങ്ങയുടെ തിരുസന്നിധി വീണ്ടും കർത്താവേ തിരുസന്നിധി കർത്താവേ തിരുത്തുന്നതിനോട് സമർപ്പിക്കുന്ന കർത്താവേ. അങ്ങയുടെ മനസ്സനുസരിച്ച് കർത്താവേ വേഗം അവന് ഉത്തരം കർത്താവേ. മനുഷ്യൻ്റെ മാനുഷിക അവസ്ഥ തന്നെയായാലും ഈ രാജ്യത്തിൻ്റെ ഓരോ രാജ്യങ്ങളെ നിയമപരമായ അവസ്ഥകൾ എന്തു തന്നെയായാലും കർത്താവേ ആ നിയമത്തിൻ്റെ ഔചിത്യം കർത്താവേ, അതുപോലെ ലോകത്തിൻ്റെ സാഹചര്യത്തിൻ്റെ ഔചിത്യം കർത്താവേ അതിനേക്കാളെല്ലാം വലുതാണല്ലോ കർത്താവേ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യം കർത്താവേ. ആ കാരുണ്യം കർത്താവേ അങ്ങ് മരിച്ചുയർത്തെന്നേറ്റ് കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി നേടിത്തന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തെ കർത്താവേ, അങ്ങയുടെ മക്കളൊക്കെ വേദന അനുഭവിക്കുന്നവർ, രോഗപീഡിതര്, ജീവിതം ദുരിതം തകർന്നവർ കർത്താവേ അവിടെ മേൽ ഈ നിമിഷം കർത്താവേ അങ്ങ് ഒഴുക്കമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തില് കുരിശിന്റെ അടയാളത്തില് ദൈവശക്തിയാൽ മാരക രോഗങ്ങള്, തിരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശു നാമത്തില് മാറിപ്പോകട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വ്യത്യസ്തങ്ങളായ രോഗികളെ കർത്താവിൻ്റെ തിരുസനെ സമർപ്പിക്കുകയാണ്. അച്ഛൻ ഓരോ രോഗികൾ പറയുമ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം നിങ്ങളുടെ കൈകൾ വെക്കണം. നിങ്ങളുടെ കൈകൾ ഇപ്പോൾ കർത്താവിൻ്റെ കൈകളായി മാറുന്നു. ദാവീദ് സങ്കീർത്തനം നമ്മൾ വായിച്ചതാണ്. 57 സങ്കീർത്തനത്തിലെ കർത്താവെ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ ഗുഹയെ കർത്താവിൻ്റെ ചിറകായി വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവവേദനയെ നിനക്കും പ്രഖ്യാപിക്കാം. നിൻ്റെ കൈകളെ കർത്താവിൻ്റെ കൈകളായിട്ട് നിനക്ക് പ്രഖ്യാപിക്കാം. എവിടെയാണ് രോഗം? നടുവിലാണ് രോഗമെങ്കിൽ, കിഡ്നി രോഗമാണെങ്കിൽ നടുവിൽ നീ കൈവെക്കണം. എന്നിട്ട് നിൻ്റെ കൈകളെ കർത്താവിൻ്റെ കൈകളാണെന്ന് നീ പ്രഖ്യാപിക്കണം. നീ പറയണം, ഇതെൻ്റെ കൈകളല്ല, ഞാൻ വിശ്വസിക്കണം എൻ്റെ ദൈവത്തിൻ്റെ കൈകളാണെന്ന് പറയണം. നീ ഹൃദയരോഗിയാണെങ്കിൽ നെഞ്ച് കൈവെക്കട്ടെ, നീ കരരോഗിയാണെങ്കിൽ നെഞ്ച് കൈവെക്കട്ടെ, നീ ടൗൺസൈഡിൻ്റെ അസുഖമുള്ളവരാണെങ്കിൽ, തൈറോയ്ഡ് അസുഖമുള്ളവരാണെങ്കിൽ തൊണ്ടയിൽ കൈവെക്കട്ടെ, നീ ശിരസിൻ്റെ രോഗമുള്ളവരാണ് തലയിൽ കൈവെക്കട്ടെ. എൻ്റെ കർത്താവേ, നിന്നെ സർവാംഗൻ രോഗിയാണെങ്കിൽ നീ കൈകൾ പിണച്ചുകൊണ്ട് മുഴുവൻ ശരീരത്തെ ഉള്ളം കാലും മുതൽ ഉച്ചവരെ കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ്, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് വേണ്ടി മാത്രമല്ല ഈശോയെ, അനേകം ജീവിത ദുരിതങ്ങളുള്ളവരുണ്ട്, സാമ്പത്തിക കേടുകളുള്ളവരുണ്ട് കർത്താവേ, അതുപോലെ തന്നെ വ്യത്യസ്തമായ ജോലി തടസ്സങ്ങളുണ്ട് കർത്താവേ, പരീക്ഷ തടസ്സങ്ങളുണ്ട് കർത്താവേ, കുടുംബത്തിന് ഭാഗമായിട്ട് നടക്കാതുള്ള കർത്താവേ, കുഞ്ഞുങ്ങളില്ലാതൊരു കർത്താവേ, വിവാഹം ഒത്തുവരാതൊരു കർത്താവേ, കള്ളക്കേസ് അകപ്പെട്ടിരുന്ന കർത്താവേ, മുഴുവൻ ജീവിത ദുരിതങ്ങൾ യേശുവിന് സമർപ്പിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, കൃപാസ്ഥാനത്താണ് ജീവനുടെ പ്രത്യക്ഷയുടെ പരിശുദ്ധമ്മയുടെ മധ്യത്വത്തിൽ ഇപ്പോഴുണ്ടാകുന്ന മാരക രോഗങ്ങൾ, ജീവിത ദുരിതങ്ങൾ, ശരീരത്തിൻ്റെ എല്ലാ അവസ്ഥകളും യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ ഓരോ മനുഷ്യൻ ഉടമ്പടി വച്ചിരിക്കുന്ന ഓരോ കണ്ണീരിൻ്റെ അവസ്ഥകൾ, ജീവിത അവസ്ഥകൾ, അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഓരോ ശരണക്കരുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ശ്രുതികട ആശീർവാദം സ്വീകരിക്കട്ടെ. മുട്ടയിൽ നിന്നുകൊണ്ട് ആശീർവാദം സ്വീകരിക്കട്ടെ. യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന.
ഹല്ലേലൂയ 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 ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ മഹത്വം 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ മഹത്വം